എല്ലാവർക്കും നമസ്കാരം. ഇക്കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. അത് നമ്മുടെ കേരളത്തിലെ മഹിളാ കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീമതി നിഷ സോമൻ ഒരു വിഷയത്തിൽ അവർ പ്രകടിപ്പിച്ചിരുന്ന അഭിപ്രായം പൂർണ്ണമായിട്ടും വാസ്തവ വിരുദ്ധവും നുണയുമായിരുന്നു എന്നതുകൊണ്ടാണ്. നമ്മുടെ നാട്ടിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർക്ക് നിയമപരമായിട്ട് സിവിൽ ക്രിമിനൽ നടപടികളിൽ നിന്നുള്ള ഇമ്മ്യൂണിറ്റി ഗ്രാൻഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന നിയമപ്രകാരം ഈ ഉദ്യോഗസ്ഥർ അവരുടെ സർവീസിലായിരിക്കുമ്പോഴോ അഥവാ റിട്ടയർ ചെയ്തതിന് ശേഷമോ ഏതെങ്കിലും ക്രിമിനൽ പ്രവൃത്തി ചെയ്താൽ പോലും, അതായത് ഒരു കൊലപാതകം നടത്തിയാൽ പോലും അവരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു ശ്രീമതി നിഷയുടെ കണ്ടെത്തൽ. എന്നാൽ ഇത് അങ്ങേയറ്റം അബദ്ധമാണ്, നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരുടെ നിയമപരിജ്ഞാനത്തിനോടുള്ള വെല്ലുവിളിയാണ്, അതുകൊണ്ട് തന്നെ ശുദ്ധ മണ്ടത്തരമാണ് എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. എന്നാൽ ഞാനതിൻ്റെ കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് പറഞ്ഞിരുന്നുവെങ്കിൽ പോലും അതൊന്ന് ഒരു വക്കീലിനോട് ചോദിച്ച് വെരിഫൈ ചെയ്യാമായിരുന്നിട്ടും അതിന് ശ്രമിക്കാതെ ശ്രീമതി നിഷ വീണ്ടും കുറേയധികം ചോദ്യങ്ങളാണ് എന്നോട് ചോദിച്ചിരിക്കുന്നത്. എനിക്ക് അതുകൊണ്ട് തന്നെ രണ്ടാമതൊരു വീഡിയോ കൂടി ചെയ്യേണ്ടി വന്നു. ആദ്യ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ അതേപടി റിപ്പീറ്റ് ചെയ്യാതെ തന്നെ മറ്റൊരു രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കാനായിട്ട് ഞാൻ ശ്രമിക്കാം. ഇത് കേട്ടിട്ടും സംശയമുണ്ട് എങ്കിൽ എനിക്ക് ശ്രീമതി നിഷയോടുള്ള ഒരേ ഒരു അഭ്യർത്ഥന, ഏതെങ്കിലും ഒരു അഭിഭാഷകനോട് ഈ വിഷയങ്ങളെപ്പറ്റി ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും എന്നുള്ളതാണ്. ഒരിക്കലും നമ്മുടെ നാട്ടിൽ ഒരാൾക്കും കൊലപാതകം ചെയ്തതിന് ശേഷം വെറുതെ നൈസായിട്ട് അങ്ങ് നടന്നു പോകാനായിട്ട് കഴിയില്ല എന്ന് ശ്രീമതി നിഷ മനസ്സിലാക്കണം. എന്തായാലും ശ്രീമതി നിഷ ചോദിച്ചിരിക്കുന്ന ഓരോ ചോദ്യത്തിനും മറുപടി പറയാനുള്ള ഒരു ശ്രമമാണ് ഈ വീഡിയോയിൽ. നോക്കാം. ഇവിടെ ശ്രീമതി നിഷ ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം, എന്തിനാണ് ഇങ്ങനെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർക്ക് നിയമപരമായിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ, സിവിൽ ക്രിമിനൽ നിയമ നടപടികളിൽ നിന്ന് അവർക്ക് എക്സംഷൻ നൽകിക്കൊണ്ടുള്ള ഒരു നിയമം, അതിൻ്റെ ആവശ്യം എന്തായിരുന്നു എന്നാണ് ചോദ്യം. നോക്കൂ, ഇതിൽ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു, നമ്മുടെ നാട്ടിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സെലക്ഷൻ കമ്മിറ്റി ഏത് രീതിയിലായിരിക്കണം എന്നതിനെക്കുറിച്ച് ഒരു നിയമമുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഈ ഒരു വിഷയം പരിഗണിച്ചുകൊണ്ട് നമ്മുടെ സുപ്രീം കോടതി തന്നെ ഒരു വിധി പറഞ്ഞപ്പോൾ അതിൽ 3 അംഗങ്ങളുള്ള ഒരു സെലക്ഷൻ ടീം ഉണ്ടാകണം എന്ന് പറഞ്ഞത്. അങ്ങനെ ഒരു സെലക്ഷൻ കമ്മിറ്റി കേന്ദ്ര സർക്കാർ തന്നെ പാർലമെൻറ്റിൽ പാസ്സാക്കുന്ന ഒരു നിയമമായിട്ട് തന്നെ കൊണ്ടുവരണം എന്ന് പറഞ്ഞു. അങ്ങനെ കൊണ്ടുവരുന്നത് വരെ 3 അംഗങ്ങളടങ്ങിയ, അതായത് പ്രധാനമന്ത്രിയും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവും സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസും അടങ്ങിയിരിക്കുന്ന ഒരു താൽക്കാലിക സമിതിയെ ഒരു സ്റ്റോപ്പ് ഗ്യാപ്പ് അറേഞ്ച്മെൻറ്റ് എന്ന നിലയിൽ സുപ്രീം കോടതി സ്വയം നിർദ്ദേശിക്കുകയായിരുന്നു. പിന്നീട് കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട നിയമം കൊണ്ടുവന്നു. അപ്പോൾ ആ പാനലിൽ പ്രധാനമന്ത്രിയുണ്ട്, ഒരു ക്യാബിനറ്റ് മന്ത്രിയുണ്ട്, ഒപ്പം ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവുണ്ട്. അങ്ങനെ അതിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് ഒരു നിയമം കൊണ്ടുവന്ന് അത് പാർലമെൻറ്റിൽ പാസ്സാക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ നിയമത്തിൻ്റെ ഭാഗമായി എന്തിനാണ് ഈ ഉദ്യോഗസ്ഥർക്ക് സിവിൽ ക്രിമിനൽ നടപടികളിൽ നിന്ന് പരിരക്ഷ നൽകുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മുടെ നാട്ടിലുള്ള മറ്റു പല റോളുകൾക്കും ഇത്തരത്തിലുള്ള പരിരക്ഷ നൽകുന്നുണ്ട് എന്നതുകൊണ്ടാണ്. കാരണം ഇതൊക്കെ തന്നെ ഏതെങ്കിലും തരത്തിൽ വളരെ ന്യൂട്രലായി പെരുമാറേണ്ടുന്ന സ്ഥാപനങ്ങളാണ്, അഥവാ ഭരണഘടനാ സ്ഥാപനങ്ങളുമാണ്. ഉദാഹരണത്തിന് രാഷ്ട്രപതിക്ക്, ഗവർണർമാർക്ക്, സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാർക്ക്, നമ്മുടെ സെൻട്രൽ വിജിലൻസ് കമ്മീഷണർക്ക്, CNDG-ക്ക്, ഇങ്ങനെ കുറേയധികം ആൾക്കാർക്ക് സമാനമായിട്ടുള്ള പ്രൊട്ടക്ഷൻസ് നൽകുന്നുണ്ട്. അതേപോലെ തന്നെയുള്ള ഒരു സംരക്ഷണമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർക്കും നൽകുന്നത്. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പരിരക്ഷ അവർക്ക് കൊടുക്കുന്നത് എന്ന് വെച്ചാൽ, അവരുടെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിൻ്റെ ഭാഗമായി ഏതെങ്കിലും ഒരു തീരുമാനമെടുക്കുമ്പോൾ അതിൻ്റെ പേരിൽ ഒരു ലീഗൽ റിപ്പർക്കർഷൻ ഉണ്ടാകാം എന്ന തരത്തിലുള്ള ഒരു ഭയവും അവർക്ക് പാടില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതിനർത്ഥം അവർക്ക് നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാമെന്നല്ല, മറിച്ച് അവരുടെ ഡ്യൂട്ടി ഡിസ്ചാർജ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി അവരെടുത്തേക്കാവുന്ന തീരുമാനങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രോസിക്യൂഷൻ നടപടി വന്നാൽ അവരെ ആ നിയമ നടപടികൾക്ക് വിധേയമാക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, CNDG പല സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ കുറേയധികം ക്രമക്കേടുകൾ കണ്ടുപിടിക്കുന്നു. അപ്പോൾ ആ ക്രമക്കേടുകൾ കണ്ടുപിടിച്ചു എന്നതിൻ്റെ പേരിൽ ഏതെങ്കിലും ഒരു എൻറ്റിറ്റി, ഒരു സംസ്ഥാനമോ അല്ലെങ്കിൽ ഒരു ഏജൻസിയോ ഒക്കെ തന്നെ CNDG ആയ ഉദ്യോഗസ്ഥരെതിരെ കേസ് കൊടുത്താൽ എങ്ങനെയിരിക്കും? അങ്ങനെയാണ് എങ്കിൽ CNDG-ക്ക് കേസിന് പിന്നാലെ പോകാനുള്ള സമയം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അത് ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അവർക്ക് നിർഭയം പ്രവർത്തിക്കുന്നതിനുള്ള ഒരു സ്വാതന്ത്ര്യം എന്ന നിലയ്ക്കാണ് ഇങ്ങനെയുള്ള കുറേയധികം കാര്യങ്ങൾ അവർക്ക് നൽകുന്നത്. സമാനമായിട്ടുള്ള പരിരക്ഷ തന്നെയാണ് ഇലക്ഷൻ കമ്മീഷണർമാർക്കും നൽകുന്നത്. അത് ശ്രീമതി നിഷ സോമൻ മനസ്സിലാക്കണം. ഇനി അതിൻ്റെ കൂടുതലായിട്ടുള്ള ഉദാഹരണങ്ങൾ താങ്കൾക്ക് ആവശ്യമാണ് ഒരുപക്ഷെ ഇത് മനസ്സിലാക്കാൻ. അത് ഞാൻ ഈ വീഡിയോയുടെ തുടർന്ന് വരുന്ന ഭാഗങ്ങളിൽ താങ്കളുടെ മറ്റൊരു ചോദ്യത്തിന് മറുപടിയായിട്ട് നിശ്ചയമായിട്ടും പറയാം. ശ്രീമതി നിഷ വീണ്ടും ചോദിക്കുന്നത്, ഇന്ത്യ മഹാരാജ്യത്തെ ഒരാൾക്ക് പോലും ഇന്നുവരെ കിട്ടാത്ത ഒരു സംരക്ഷണം 2023 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് എന്തിനാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായിട്ടുള്ള 3 ആൾക്കാർക്ക് നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെ ഞാനതിൻ്റെ മറുപടി ആദ്യത്തെ വീഡിയോയിൽ തന്നെ പറഞ്ഞതാണ്. അനൂപ് ബരൻവാൾ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്നുള്ള ഒരു കേസ് സുപ്രീം കോടതി പരിഗണിക്കുന്ന സമയത്താണ്
കേന്ദ്ര സർക്കാർ ഒരു നിയമം കൊണ്ടുവരുന്നത് വരെ താൽക്കാലികമായിട്ടുള്ള ഒരു സെലക്ഷൻ ടീമിനെ അവിടെ പ്രഖ്യാപിക്കുന്നത്. അതേപോലെ തന്നെ ഈ വിഷയത്തിൻ്റെ അടിയന്തര പ്രാധാന്യത്തിനെ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഒരു നിയമം കൊണ്ടുവരുന്നതും അത് പാർലമെൻറ്റിൽ അവതരിപ്പിച്ച് പാസ്സാക്കി എടുക്കുന്നതും. അല്ലാതെ 2024 തെരഞ്ഞെടുപ്പിന് മുൻപ് പെട്ടെന്ന് അവർക്ക് 3 പേർക്കും സംരക്ഷണം നൽകുന്നതിൻ്റെ ഭാഗമായിട്ട് ചെയ്തിരുന്ന ഒരു കാര്യമല്ല ഇത്. ശ്രീമതി നിഷ പറയുന്നത് കേട്ടാൽ തോന്നുന്നത് ഇങ്ങനെ ഒരു സെലക്ഷൻ ടീം ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു നിയമം നേരത്തെ ഉണ്ടായിരുന്നുവെന്നും ആ നിയമത്തിൻ്റെ ഭാഗമായി ഈ ഇലക്ഷൻ കമ്മീഷണർമാർക്ക് ഒരു തരത്തിലുള്ള ലീഗൽ ഇമ്മ്യൂണിറ്റിയും ഉണ്ടായിരുന്നില്ല, അത് പിന്നീട് BJP കൂട്ടിച്ചേർത്ത് കൊടുത്തു എന്നുമാണ്. എന്നാൽ അങ്ങനെയല്ല. അങ്ങനെ ഒരു സെലക്ഷൻ ടീം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിയമം പോലും ഉണ്ടായിരുന്നില്ല. ആ നിയമം രൂപീകരിക്കുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് നിർഭയം തീരുമാനമെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ലീഗൽ ഇമ്മ്യൂണിറ്റി ഒരുപക്ഷെ സെൻട്രൽ വിജിലൻസ് കമ്മീഷണറെ പോലെ, അല്ലെങ്കിൽ CNDG പോലെ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞിരിക്കുന്ന പല ഭരണഘടനാ സ്ഥാപനങ്ങളെ പോലെ അവർക്കും നൽകി എന്നത് മാത്രമേ ഉള്ളൂ. അല്ലാതെ അത് വരുന്ന ഒരു തെരഞ്ഞെടുപ്പിന് മുൻപ് പെട്ടെന്ന് നടത്തിയ ഒരു തട്ടിക്കൂട്ടോ തട്ടിപ്പോ തിരിമറിയോ ഒന്നും തന്നെ ആയിരുന്നില്ല എന്ന് ശ്രീമതി നിഷ മനസ്സിലാക്കണം. ഇനി ശ്രീമതി നിഷ ഈ ഒരു വിഷയത്തിനെ ഇപ്പോഴും വിട്ടിട്ടില്ല. അതായത് എന്തുകൊണ്ടാണ് ഒരു ക്രിമിനൽ കുറ്റത്തിൻ്റെ ഇമ്മ്യൂണിറ്റി ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർക്ക് കൊടുക്കുന്നത് എന്നുള്ള ചോദ്യമാണ് ശ്രീമതി നിഷ വീണ്ടും ആവർത്തിക്കുന്നത്. ഇങ്ങനെയാണ് പറയുന്നത്: താങ്കളുടെ ധാരണയിൽ, അതായത് എൻ്റെ ധാരണയിൽ, ഏത് ക്രിമിനൽ കുറ്റമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ സാധാരണയായി ചെയ്യാറുള്ളത്? അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ സാധാരണ അവരുടെ ഡ്യൂട്ടിയുടെ ഭാഗമായി ക്രിമിനൽ കുറ്റങ്ങളൊന്നും തന്നെ ചെയ്യുന്നില്ലല്ലോ, പിന്നെ എന്തിനാണ് അവർക്ക് ഇങ്ങനെ ഒരു പരിരക്ഷ നൽകുന്നത് എന്നുള്ള നല്ലൊരു ചോദ്യമാണ് ശ്രീമതി നിഷ ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശ്രീമതി നിഷ ഇവിടെ മനസ്സിലാക്കേണ്ടതും ഏതൊക്കെ സാഹചര്യങ്ങളിൽ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എടുക്കുന്ന തീരുമാനങ്ങളെ ക്രിമിനൽ കേസായിട്ട് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ്. അതായത് കൊലപാതകമോ തട്ടിക്കൊണ്ടുപോകലോ പോലെയുള്ള ഒരു ക്രിമിനൽ കുറ്റം ചെയ്യുക എന്നുള്ളതല്ല അവരുടെ ഒഫീഷ്യൽ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ടുള്ളത്. മറിച്ച് അവരുടെ ഒഫീഷ്യൽ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് അവർ എടുക്കുന്ന ഏതെങ്കിലും ഒരു തീരുമാനം ഒരു ക്രിമിനൽ ഇൻറ്റൻഷനോട് കൂടിയിട്ടാണ് എന്ന് മറ്റാരെങ്കിലും ആരോപിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ആ സാധ്യത ഇവിടെ ഉണ്ട് എങ്കിൽ നിശ്ചയമായിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർക്ക് സുതാര്യമായിട്ടും സ്വതന്ത്രമായിട്ടും പ്രവർത്തിക്കാനായിട്ട് സാധിക്കില്ല. ഞാൻ നേരത്തെ പറഞ്ഞ CNDGയുടെ ഓഡിറ്റ് പോലെ കേരളത്തിലെ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിനെ ഓഡിറ്റ് ചെയ്യുന്നു. അവിടെ കുറേയധികം സാമ്പത്തിക ക്രമക്കേടുകളുണ്ട് എന്ന് CNDG കണ്ടെത്തുന്നു. എന്നാൽ അതിൽ ഈ പൊതുമേഖലാ സ്ഥാപനത്തിന് ഒരു എതിർപ്പുണ്ട്. അവർ ആ ഒരു ഫൈൻഡിങ്ങിനോട് യോജിക്കുന്നില്ല. പകരം ഇതൊരു ക്രിമിനൽ ഇൻറ്റൻഷനോട് കൂടി തെറ്റായിട്ട് ഇവർ ഈ കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞ് ഞങ്ങളെ അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രമിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിൽ പോയി CNDGക്കെതിരെ കേസ് കൊടുത്താലോ? അങ്ങനെയാണ് എങ്കിൽ CNDGക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേസിൻ്റെ പിന്നാലെ നടക്കാൻ മാത്രമേ സമയമുണ്ടാവുകയുള്ളൂ. സമാനമായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരെയും ഉണ്ടാകാം. ഒരു തെരഞ്ഞെടുപ്പിൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായി പോലീസ് ഓഫീസർമാരെയും ജില്ലാ ഭരണകൂടത്തിലെ പല ആൾക്കാരെയും സാധാരണയായിട്ട് ഇലക്ഷൻ കമ്മീഷൻ ട്രാൻസ്ഫർ ചെയ്യാറുണ്ട്. എന്നാൽ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടത്തിലെ ഏതെങ്കിലും ഒരാൾ ഇത് ഇലക്ഷൻ കമ്മീഷണറുടെ അബ്യൂസ് ഓഫ് പവറാണ്, അല്ലെങ്കിൽ അയാളുടെ അധികാര ദുർവിനിയോഗമാണ്, അല്ലെങ്കിൽ എന്നെ സ്ഥലം മാറ്റുന്നതിന് പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരെ കേസ് കൊടുത്താലോ? അങ്ങനെ ഇന്ത്യയിൽ മൊത്തത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് ഒരു 100 കേസുകൾ വന്നു കഴിഞ്ഞാലോ? പിന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് അതിൻ്റെ പിന്നാലെ പോവുക എന്നുള്ള ഒരൊറ്റ കാര്യം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇവിടെ ഒരു കാര്യം ശ്രീമതി നിഷ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു തെരഞ്ഞെടുപ്പിന് മുൻപ് നിഷ്പക്ഷത ഉറപ്പുവരുത്തുന്നതിൻ്റെ ഭാഗമായി പോലീസ് ഉദ്യോഗസ്ഥരെ, ജില്ലാ ഭരണകൂടത്തിലെ ആൾക്കാരെയൊക്കെ തന്നെ ട്രാൻസ്ഫർ ചെയ്യുക എന്ന് പറയുന്നതും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഔദ്യോഗിക ചുമതലയിൽപ്പെടുന്ന കാര്യമാണ്. അതായത് ഈ 2 ഔദ്യോഗിക ചുമതല പ്രകാരമുള്ള കാര്യങ്ങളിലും ക്രിമിനൽ ഇൻറ്റൻഷൻ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ അവർക്കെതിരെ സിവിലോ ക്രിമിനലോ ഒക്കെ ആയിട്ടുള്ള കേസുകൾക്ക് വിധേയമാക്കാവുന്നതാണ്. അതിനെ ഒഴിവാക്കുക എന്നുള്ളതാണ് ഈ നിയമത്തിൻ്റെ ഉദ്ദേശം. ഇനി മറ്റൊരു ഉദാഹരണം പറയാം. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു ക്രമസമാധാന പ്രശ്നമുണ്ടാകുന്നു. ആ പ്രശ്നമുണ്ടാകുന്ന സമയത്ത് അവിടേക്ക് പ്ലാൻ ചെയ്തു വെച്ചിരുന്ന ഒരു തെരഞ്ഞെടുപ്പ് ആ തീയതിയിൽ നടത്തേണ്ട എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ തീരുമാനിക്കുന്നു. എന്നിട്ട് അത് മറ്റൊരു തീയതിയിലേക്ക് പുനഃക്രമീകരിക്കുന്നു. ഈ ഒരു സമയത്ത് ആർക്ക് വേണമെങ്കിലും അവിടെ ഒരു ആക്ഷേപം ഉന്നയിക്കാം. അതായത് സർക്കാരുമായിട്ട് ചേർന്നിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്വാർത്ഥ താല്പര്യത്തോടു കൂടിയോ ഒരു കോൺസ്പിറസിയുടെ ഭാഗമായിട്ടോ ഒക്കെയാണ് ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് പുനഃക്രമീകരിച്ചിരിക്കുന്നത്. അതല്ലാതെ അവിടെ വലിയൊരു ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ ഒരു ക്രിമിനൽ കേസ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരെ കൊടുക്കാം. അതും തെറ്റാണ്. കാരണം ഒരു തെരഞ്ഞെടുപ്പ് ഒരു ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ റീഷെഡ്യൂൾ ചെയ്യുക എന്ന് പറഞ്ഞത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതലയിൽ വരുന്ന ഒരു കാര്യമാണെന്ന് ശ്രീമതി നിഷ ഓർക്കണം. ഇനി മറ്റൊരു ഉദാഹരണം പറയാം. നമുക്കെല്ലാം അറിയാം, ഒരു തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു പെരുമാറ്റച്ചട്ടം ഔദ്യോഗികമായിട്ട് നിലവിൽ വരും. അത് നിലവിൽ വന്നു കഴിഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടികൾ, നേതാക്കൾ ഒക്കെ തന്നെ ആ പെരുമാറ്റച്ചട്ടങ്ങൾക്ക് വിധേയമായിട്ട് മാത്രമേ പ്രവർത്തിക്കാൻ പാടുള്ളൂ.
ഇനി അതിൽ അവരാരെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ഒരു വയലേഷൻ കാണിച്ചു എന്ന രീതിയിലത്തേക്കുള്ള ഒരു പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ വരികയാണെങ്കിൽ അവർക്ക് നടപടിയെടുക്കാനായിട്ടും സാധിക്കും. അങ്ങനെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചു എന്നതിൻ്റെ പേരിൽ അവർ ആരെയെങ്കിലും പീനലൈസ് ചെയ്യുകയോ ഏതെങ്കിലും തരത്തിൽ ശകാരിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു ഔദ്യോഗിക നടപടി തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എടുത്താൽ, നോക്കൂ, ഇത് പാർഷ്യാലിറ്റിയാണ്, അനാവശ്യമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ബയാസാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, ഞങ്ങൾക്കെതിരെ ഇങ്ങനെ ഒരു ശിക്ഷാ നടപടിയുടെ ആവശ്യമുണ്ടായിരുന്നില്ല, ഞങ്ങൾ ആരും ഇവിടെ പെരുമാറ്റച്ചട്ടം ലംഘിച്ചില്ല, ഇവിടെ അധികാര ദുർവിനിയോഗമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നടത്തുന്നത് എന്ന് ആരോപിച്ച് വേണമെങ്കിൽ അദ്ദേഹത്തിനെതിരെ കേസ് കൊടുക്കാം. അങ്ങനെയുള്ള കേസുകളാണെങ്കിലും നമ്മുടെ നാട്ടിൽ 100 കണക്കിനുണ്ടാകുമായിരുന്നു. അതിനെ ഒഴിവാക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇങ്ങനെ ഒരു ഇമ്മ്യൂണിറ്റി തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് നൽകുന്നത്. ഇവിടെ വീണ്ടും ശ്രദ്ധിക്കുക, ഒരു മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് അവിടെ ഏർപ്പാടാക്കുന്നതിനും ഇനി അതിൽ എന്തെങ്കിലും തരത്തിലുള്ള വയലേഷൻ ഉണ്ടെങ്കിൽ നടപടിയെടുക്കുന്നതിനും ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് ഔദ്യോഗികമായിട്ട് അയാളുടെ ചുമതലയുണ്ട് എന്നത് മനസ്സിലാക്കുക. ഇവർ നടത്തുന്ന കൊലപാതകങ്ങൾക്കും അവർ രക്ഷപ്പെടും എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇവിടെ നിലനിൽക്കുന്നതല്ല. ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷണറും നമ്മുടെ നാട്ടിൽ ആരെയെങ്കിലും കൊല്ലണമെന്നോ ആരുടെയെങ്കിലും ദേഹത്തു കൂടി വണ്ടി കയറ്റണമെന്നോ ഒന്നും തന്നെ പറയുന്നില്ല. അവർ കാണിക്കുന്ന മറ്റ് സിവിൽ ക്രിമിനൽ നിയമലംഘനങ്ങൾക്ക് ഒരു തരത്തിലുള്ള പരിരക്ഷയും അവർക്ക് കിട്ടില്ല എന്ന് മനസ്സിലാക്കണം. ഇനി അങ്ങനെ ആയിരുന്നുവെങ്കിൽ നമ്മുടെ നാട്ടിൽ BJPക്ക് അവർക്ക് താല്പര്യമുള്ള ആൾക്കാർക്കെല്ലാം ഇങ്ങനെ ഒരു ലീഗൽ ഇമ്മ്യൂണിറ്റി കൊടുത്തിരുന്നുവെങ്കിൽ അവർക്ക് തോന്നുന്ന ആൾക്കാർ എന്തു വേണമെങ്കിലും ചെയ്യാനും യഥേഷ്ടം വണ്ടി ഓടിക്കുന്നതിനും ഒക്കെ തന്നെ സാധിക്കുമായിരുന്നു. അതുകൊണ്ട് വിവരക്കേട് ദൈവത്തെ ഓർത്ത് ഇങ്ങനെ വിളിച്ചു പറഞ്ഞ് സ്വയം ഇളിഭ്യയാകരുത് എന്നുള്ള ഒരപേക്ഷയാണ് എനിക്ക് ശ്രീമതി നിഷയോടുള്ളത്. ശ്രീമതി നിഷ ഈ ഒരു പോയിന്റ് വിട്ടിട്ടില്ല, വീണ്ടും ഇതിനെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. ഞാൻ പറഞ്ഞ വീഡിയോയിൽ അവർ എന്ത് കുറ്റം ചെയ്താലും അതൊരു കൊലപാതകം ചെയ്താൽ പോലും സംരക്ഷണം നൽകുന്നു എന്ന് തന്നെയാണ്, അതായത് അതിൽ താൻ ഉറച്ചു നിൽക്കുന്നു എന്നാണ് അവർ പറയുന്നത്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, അങ്ങനെയല്ല. ഒരു വക്കീലിനെ കണ്ടിരുന്നുവെങ്കിൽ ഇങ്ങനെ വീണ്ടും ഒരാൾ തിരുത്തിയതിന് ശേഷവും പൊട്ടത്തരം പറയുന്നത് ഒഴിവാക്കാമായിരുന്നു. ഇനി അവർ ചോദിക്കുന്നു, പേഴ്സണൽ കപ്പാസിറ്റിയിൽ മാത്രമേ ഒരു ക്രിമിനൽ കുറ്റം ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നാരാണ് താങ്കളോട് പറഞ്ഞത്? അങ്ങനെ ആരും എന്നോട് പറഞ്ഞില്ല, ഞാനും അത് പറഞ്ഞില്ല. മറിച്ച് ഔദ്യോഗിക കൃത്യനിർവഹണത്തിൻ്റെ ഭാഗമായി ഒരാൾ ചെയ്യുന്ന ഒരു കാര്യവും അതല്ലാതെ ഒരു സിവിലിയൻ എന്ന നിലയ്ക്ക് അവർ ചെയ്യുന്ന കാര്യവും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നുള്ളതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു പെരുമാറ്റച്ചട്ട ലംഘനത്തിൻ്റെ പേരിൽ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഒരു നടപടിയെടുക്കുന്നത് അയാളുടെ ഒഫീഷ്യൽ ഡ്യൂട്ടിയുടെ ഭാഗമാണ്. എന്നാൽ വണ്ടി തോന്നുന്നത് പോലെ ഓടിച്ച് ആൾക്കാരുടെ നെഞ്ചത്ത് കൂടി കയറ്റി ഇറക്കി ആൾക്കാരെ കൊല്ലുക എന്ന് പറയുന്നത് അവരുടെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിൻ്റെ ഭാഗമല്ല. അത് ഒരു സിവിലിയൻ എന്ന നിലയ്ക്ക് അവർ ചെയ്യുന്ന ഒരു ക്രിമിനൽ ആക്റ്റാണ്. അതിന് ഒരു തരത്തിലുള്ള പരിരക്ഷയും ഇന്ത്യയിൽ എങ്ങും കിട്ടില്ല എന്ന് ശ്രീമതി നിഷയ്ക്ക് ഉറപ്പിക്കാം. ഇനി ഈ പേഴ്സണൽ കപ്പാസിറ്റിയെക്കുറിച്ച് എനിക്ക് കൂടുതൽ വിശദമായിട്ടുള്ള ക്ലാസ് എടുക്കുകയാണ്. കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് നേതാവ് VS സുജിത്തിനെ ഡ്യൂട്ടിയിലിരിക്കുന്ന പോലീസുകാർ ക്രൂരമായി മർദ്ദിച്ചത് പേഴ്സണൽ കപ്പാസിറ്റിയിലാണോ എന്നാണ് ചോദിക്കുന്നത്. നോക്കൂ, കാര്യങ്ങൾ മനസ്സിലാക്കാതെ വീണ്ടും എന്തൊക്കെ പൊട്ടത്തരമാണ് പറയുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ ഒഫീഷ്യൽ ഡ്യൂട്ടി എന്നുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞു. ഒഫീഷ്യൽ ഡ്യൂട്ടി എന്നത് ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കാര്യത്തിൽ എന്തൊക്കെയാവാം എന്നുള്ള ഒരു 4-5 ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞു. ഇനി പോലീസിൻ്റെ കാര്യത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു കുറ്റവും ചെയ്യാത്ത ആളിനെ വെറുതെ കസ്റ്റഡിയിലെടുക്കുക എന്നുള്ളത് അവരുടെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിൻ്റെ ഭാഗമല്ല. 1. 2, ഒരു സിവിലിയനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അയാളെ മാന്യമായി ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് പോലീസിൻ്റെ മാനുവലിൽ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ പോലീസിങ്ങിൻ്റെ ഭാഗമായിട്ട് അവരെ തല്ലിച്ചതയ്ക്കുക എന്ന് പറയുന്നത് അവരുടെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിൻ്റെ ഭാഗമായി അവർക്ക് കൊടുക്കുന്ന ഒരു പ്രിവിലേജ് അല്ല. അതുകൊണ്ട് തന്നെ യൂത്ത് കോൺഗ്രസ് നേതാവ് ശ്രീ സുജിത്തിനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി മർദ്ദിക്കുന്നത് അവരുടെ ഡ്യൂട്ടിയുടെ ഭാഗമല്ല എന്നതുകൊണ്ട് തന്നെ അതൊരു ക്രിമിനൽ കുറ്റം തന്നെയാണ്. അവിടെ അവർക്ക് ഒരു പരിരക്ഷയും ലഭിക്കുകയില്ല. ശ്രീമതി നിഷ തുടരുന്നത് ഇങ്ങനെയാണ്. ഉദാഹരണമായി, തെരഞ്ഞെടുപ്പ് കമ്മീഷണർ മദ്യപിച്ച് ഔദ്യോഗിക വാഹനം ഓടിച്ചു, പോലീസ് കേസായി എന്ന് വെക്കുക. അയാൾക്ക് തെളിയിക്കേണ്ട ഏക കാര്യം ഔദ്യോഗിക ആവശ്യത്തിന് പോയി എന്നാണ്. ഇനി ആ വാഹനം ഇടിച്ച ഒരാൾ മരിച്ചാൽ പോലും ഔദ്യോഗിക ആവശ്യത്തിന് പോയതായിരുന്നു എന്ന് തെളിയിച്ചാൽ മാത്രം മതി. അപകടമാണോ കൊലപാതകമാണോ എന്ന് തെളിയിക്കേണ്ട കാര്യം പോലുമില്ല. അയാളുടെ മരണം വരെ ഒരു കോടതിയിലും ഈ കേസ് എടുക്കാൻ സാധിക്കില്ല. എന്തൊരു പമ്പര വെട്ടിത്തമാണ് ഈ പറഞ്ഞിരിക്കുന്നത് എന്ന് ശ്രീമതി നിഷയ്ക്ക് എന്തെങ്കിലും ധാരണയുണ്ടോ? ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വെള്ളമടിച്ച് വണ്ടി ഓടിക്കുകയാണെങ്കിൽ, അതിൻ്റെ പേരിൽ ആരെയെങ്കിലും കൊണ്ടുപോയി വണ്ടി ഇടിച്ചു കൊല്ലുകയാണെങ്കിൽ ഞാൻ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് പോവുകയായിരുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. കാരണം തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് അവർക്ക് വാഹനത്തിൽ യാത്ര ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അതിനുള്ള പ്രിവിലേജ് ഉണ്ട്. പക്ഷേ എന്ന് കരുതി ആൾക്കാരുടെ നെഞ്ചത്ത് കൂടി വണ്ടി ഓടിക്കുക എന്ന് പറഞ്ഞത് അവർക്ക് കിട്ടിയിരിക്കുന്ന ഒരു പ്രിവിലേജ് അല്ല. ഒഫീഷ്യൽ ഡ്യൂട്ടി എന്താണ് എന്നും പേഴ്സണൽ കപ്പാസിറ്റിയിൽ ചെയ്യുന്ന കാര്യം എന്താണ് എന്നും ശ്രീമതി നിഷയ്ക്ക് ഇനിയും ബോധ്യമായിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് ഒരു വക്കീലിനെ കാണുക, സംസാരിക്കുക. ഇനി ശ്രീമതി നിഷ തുടരുന്നത് ഇങ്ങനെയാണ്. അതായത് പേഴ്സണൽ കപ്പാസിറ്റിയിൽ ചെയ്തിരിക്കുന്ന കാര്യമാണ് എങ്കിൽ പോലും പ്രൊട്ടക്ഷൻ കിട്ടും എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. എന്നിട്ട് തുടരുന്നത് ഇങ്ങനെയാണ്. ഇല്ലെങ്കിൽ
എന്തിനാണ് റിട്ടയർ ചെയ്ത കമ്മീഷണർമാർക്കും ഈ ഇളവ് കൊടുത്തിരിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. നോക്കൂ, ആ നിയമം താങ്കൾ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. താങ്കൾ ഒന്നുകൂടി അതിൻ്റെ ടെക്സ്റ്റ് വായിച്ച് നോക്കുക. എന്തെങ്കിലും സഹായം അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതിന് ആവശ്യമുണ്ടെങ്കിൽ ഒരു വക്കീലിനെ കാണുക. അതിൽ പറഞ്ഞിരിക്കുന്നത് ഔദ്യോഗിക കൃത്യനിർവഹണത്തിൻ്റെ ഭാഗമായി സെർവിങ് ആണെങ്കിലും അഥവാ റിട്ടയർഡ് ആണെങ്കിലും അയാൾ എടുത്തിരിക്കുന്ന ഔദ്യോഗികമായിട്ടുള്ള തീരുമാനങ്ങൾക്ക് ലീഗൽ പ്രൊട്ടക്ഷൻ ഉണ്ട് എന്നാണ്. എന്ന് വെച്ചാൽ അയാൾ ഡ്യൂട്ടിയിൽ ഇനിയില്ല, റിട്ടയർ ചെയ്തു എന്ന് കരുതിക്കോളൂ, അല്ലെങ്കിൽ രാജിവെച്ചു. പക്ഷേ അയാൾ ഔദ്യോഗിക കൃത്യനിർവഹണത്തിൻ്റെ ഭാഗമായി ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന സമയത്ത് ചെയ്തിരുന്ന ഒഫീഷ്യൽ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ടുള്ള ഏത് തീരുമാനത്തിൻ്റെ പേരിലും ഒരു കാലത്തും അയാളെ ഈ രീതിയിൽ ചോദ്യം ചെയ്യാൻ പാടില്ല. കാരണം അത് അയാളുടെ ഡ്യൂട്ടി ഡിസ്ചാർജ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി അയാൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്ന ലീഗലായിട്ടുള്ള ഒരു ഒബ്ലിഗേഷനാണ്. അത് മറ്റെല്ലാ പൊസിഷനുകളിലും അങ്ങനെയാണ്. ഉദാഹരണത്തിന് ഒരു സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ അല്ലെങ്കിൽ CID അവർ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാലും അവർക്ക് ഈ തരത്തിലുള്ള ലീഗൽ ഇമ്മ്യൂണിറ്റി അവിടെ ലഭിക്കുന്നതാണ്. ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിലെ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിനെ ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ കുറച്ച് പ്രശ്നമുണ്ടെങ്കിൽ ഈ CID ആയിരുന്ന ആൾ റിട്ടയർ ചെയ്തതിന് ശേഷം ഇയാൾക്കെതിരെ പോയി ഇയാൾ എന്നെ അപകീർത്തിപ്പെടുത്തുകയായിരുന്നു എന്ന് പറഞ്ഞ് കേസ് കൊടുക്കാം. അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്ന് ഏതൊരു വക്കീലും താങ്കൾക്ക് പറഞ്ഞു തരും. അതുകൊണ്ട് നിയമം കുറച്ചുകൂടി മനസ്സിലാക്കിയാൽ ഒരു തെറ്റുമില്ല എന്നാണ് എനിക്ക് ശ്രീമതി നിഷ സോമനോട് 1000ാമത്തെ വട്ടം പറയാനുള്ളത്. അടുത്തത്, പാർലമെൻറ്റ് പുതിയ നിയമം പാസ്സാക്കുന്നത് വരെ സുപ്രീം കോടതി എന്തിനാണ് പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും കൂടാതെ ചീഫ് ജസ്റ്റിസും കൂടി അടങ്ങുന്ന കമ്മിറ്റിയെ നിയമിച്ചത്? പാർലമെൻറ്റ് അങ്ങനെ ഒരു നിയമം പാസ്സാക്കുന്നത് വരെ താൽക്കാലികമായിട്ട് ഇങ്ങനെ ഒരു കമ്മിറ്റിയെ സുപ്രീം കോടതി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. അതിനർത്ഥം ആ ഒരു ടീം എല്ലാ കാലവും തുടരണം എന്നല്ല. കേന്ദ്ര സർക്കാരിന് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിയമം കൊണ്ടുവരുന്നതിനും അത് ഭരണഘടനാപരമായിരിക്കുന്നതിനും അതിന് പാർലമെൻറ്റിലുള്ള അംഗീകാരം കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ റൂളുകൾ ഉണ്ടാക്കി അത് രാജ്യത്ത് നടപ്പാക്കാനുമുള്ള പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. കാരണം നമ്മുടേത് ഒരു ജനാധിപത്യ സംവിധാനമാണ്, അതല്ലാതെ കോടതിയാധിപത്യ സംവിധാനമല്ല എന്ന് ശ്രീമതി നിഷ മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ ചീഫ് ജസ്റ്റിസിന് പകരം ഒരു ക്യാബിനറ്റ് മന്ത്രി പോരായിരുന്നു? നോക്കൂ, അത് സുപ്രീം കോടതിയുടെ ഒരു തീരുമാനമാണ്, അവരുടെ ഒരു സജഷനാണ്. ഒരു 3 അംഗ ടീം വേണം എന്ന് മാത്രമാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. സുപ്രീം കോടതി താൽക്കാലികമായിട്ട് ഒരു സ്റ്റോപ്പ് ഗ്യാപ്പ് അറേഞ്ച്മെൻറ്റിൽ ഒരു സെലക്ഷൻ ടീമിനെ ഉണ്ടാക്കുമ്പോൾ ആ ടീമിൽ പ്രധാനമന്ത്രിയും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവും സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസും ഉൾപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ. അതിനർത്ഥം അതിൻ്റെ പേരിൽ ഒരു നിയമം ഉണ്ടാക്കുന്ന സമയത്ത് ഇതേപോലെയുള്ള ഇതേ 3 അംഗങ്ങളെ ഉൾപ്പെടുത്തി വേണം ആ ഒരു ടീമിനെ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്നല്ല എന്ന് ശ്രീമതി നിഷ മനസ്സിലാക്കുക. ഇനി എന്നോട് ശ്രീമതി നിഷ ചോദിക്കുന്ന സ്പെസിഫിക് ചോദ്യം ഒന്നുകൂടെ വായിക്കാം. അങ്ങനെയാണെങ്കിൽ ചീഫ് ജസ്റ്റിസിന് പകരം ഒരു ക്യാബിനറ്റ് മന്ത്രി പോരായിരുന്നോ എന്നാണ്. എങ്കിൽ ഞാൻ ശ്രീമതി നിഷയോട് തിരിച്ചു ചോദിക്കുന്നു, അങ്ങനെയാണെങ്കിൽ സുപ്രീം കോടതിക്ക് കേന്ദ്ര സർക്കാരിനോട് പറയാമായിരുന്നല്ലോ, ചീഫ് ജസ്റ്റിസ് കൂടി ഉൾപ്പെട്ടിരിക്കുന്ന ഒരു പാനലിനെ നിങ്ങൾ നിയമം വഴി ഉണ്ടാക്കിയാൽ മതി എന്ന്. സുപ്രീം കോടതി അത് പറഞ്ഞോ? പറഞ്ഞില്ല. അതിനർത്ഥം അങ്ങനെ ഒരു നിഷ്കർഷ സുപ്രീം കോടതിക്ക് ഇല്ല എന്ന് തന്നെയാണ്. അടുത്തതായി ശ്രീമതി നിഷ ചോദിക്കുന്നത്, സുപ്രീം കോടതി പറഞ്ഞ സംവിധാനത്തിന് എന്തായിരുന്നു കുഴപ്പം എന്നും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെയുള്ള കമ്മിറ്റിക്ക് എന്ത് കുറവായിരുന്നു ഉണ്ടായിരുന്നത് എന്നുമാണ്. ഒരു കുറവുമില്ല. നല്ലൊരു പാനൽ തന്നെയാണ്. പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും സുപ്രീം കോടതി CJIയും ഒക്കെ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു പാനൽ. അതിനെന്തെങ്കിലും കുഴപ്പമുണ്ട് എന്നാരും പറഞ്ഞില്ല. പക്ഷേ അതൊരു സ്റ്റോപ്പ് ഗ്യാപ്പ് അറേഞ്ച്മെൻറ്റ് മാത്രമായിരുന്നു. കേന്ദ്ര സർക്കാരിന് അവരുടെ ഇഷ്ടപ്രകാരം ഒരു നിയമം കൊണ്ടുവരുന്നതിനും അത് പാർലമെൻറ്റിൽ പാസ്സാക്കിയെടുക്കുന്നതിനുമുള്ള പൂർണ്ണമായിട്ടുള്ള അധികാരം ജനാധിപത്യത്തിലുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ജനപ്രതിനിധികളെ തെരഞ്ഞെടുത്ത് വിടുന്നത് എന്ന് ശ്രീമതി നിഷ മറക്കരുത്. രാജ്യസഭയിലും ലോക്സഭയിലുമൊക്കെ നമ്മുടെ ജനപ്രതിനിധികൾ പോകുന്നത് നമ്മുടെ ജനപ്രതിനിധികളിൽ ഭൂരിപക്ഷം ലഭിക്കുന്ന പാർട്ടി ഒരു സർക്കാർ രൂപീകരിക്കുകയും അവരുടെ താല്പര്യപ്രകാരം അവരുടെ പോളിസി പ്രകാരം അവർ നിയമങ്ങൾ ഉണ്ടാക്കുകയും ആ നിയമങ്ങൾ അവർക്ക് ഭൂരിപക്ഷമുണ്ടെങ്കിൽ പാർലമെൻറ്റിൽ പാസ്സാക്കിയെടുക്കുകയും ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതാണ് ഭരണത്തിലിരിക്കുന്ന ആൾക്കാരും പ്രതിപക്ഷത്തിരിക്കുന്ന ആൾക്കാരും തമ്മിലുള്ള വ്യത്യാസം എന്ന് ശ്രീമതി നിഷ മനസ്സിലാക്കുക. ഇനി പിന്നെ പാർലമെൻറ്റിൽ നിയമം പാസ്സാക്കി എന്നാണ് താങ്കൾ പറഞ്ഞത്. അതെ, പാർലമെൻറ്റിലല്ലാതെ തെരുവിലല്ലല്ലോ നമ്മുടെ നാട്ടിലെ നിയമങ്ങളൊക്കെ പാസ്സാക്കുന്നത്. 141 MP പുറത്താക്കിയാണ് ഈ ബില്ല് പാസ്സാക്കിയത് എന്ന് താങ്കൾ മറന്നുപോയോ? അതോ കേൾവിക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ മനഃപൂർവ്വം പറയാതിരുന്നതോ? വീണ്ടും ആവർത്തിക്കേണ്ടി വരുന്നു, ഈ കാര്യത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന വിവരങ്ങൾ ഏകപക്ഷീയമായി പറഞ്ഞത് താങ്കൾ മാത്രമാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരെയെങ്കിലും കൊന്നുകഴിഞ്ഞാൽ അയാൾക്ക് ആജീവനാന്തം, അയാളുടെ മരണം വരെയും അയാൾക്കെതിരെ കേസെടുക്കാൻ കഴിയില്ല എന്നുള്ള പമ്പര വിഡ്ഢിത്തവും ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഇത് മാക്സിമം ഷെയർ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞത് ഞാനല്ല, താങ്കളാണ്. പിന്നെ MP പുറത്താക്കിയിട്ടാണ് ഈ ബില്ല് പാസ്സാക്കിയത് എന്ന് പറയുന്നു. MP പുറത്താക്കിയിരിക്കുന്ന സാഹചര്യത്തിൽ രാഷ്ട്രീയമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ആൾക്കാർക്കുണ്ടാകാം. പക്ഷേ അതിൻ്റെ പ്രധാനപ്പെട്ട സാഹചര്യം ഒന്ന്, പാർലമെൻറ്റിലുണ്ടായിരുന്ന ഒരു സുരക്ഷാ പ്രശ്നമായിരുന്നു.
താങ്കൾ ഓർക്കുന്നുണ്ടാകും, അവിടെ കളർ കാനിസ്റ്ററുകളുമായിട്ട് ചില ആൾക്കാരൊക്കെ പാർലമെൻറ്റിലേക്ക് പ്രവേശിക്കുന്നു, അവിടെ ഒരു പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നു. പിന്നീട് അതിൻ്റെ പേരിൽ ഒരു സെക്യൂരിറ്റി ബ്രീച്ച് ഉണ്ടായി എന്നതിൻ്റെ പേരിൽ ഒരു അന്വേഷണമൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷത്തുള്ള പല എം പിമാരും അവിടെ പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കിയിരുന്നു. അവിടെ അനുവദിക്കപ്പെട്ടിട്ടില്ലാത്ത രീതിയിലത്തേക്കുള്ള പ്ലക്കാർഡുകളും ബാനറുകളും ഒക്കെ തന്നെ ഉയർത്തുക, സഭാധ്യക്ഷന്മാരുടെ മുന്നറിയിപ്പൊക്കെ കിട്ടിയതിന് ശേഷവും അതിനെ വകവയ്ക്കാതെ നടുത്തളത്തിൽ ഇറങ്ങി പ്രതിഷേധം നടത്തുക, അങ്ങനെ ഗുരുതരമായിട്ടുള്ള അച്ചടക്ക ലംഘനമാണ് അവിടെ കാണിച്ചിരുന്നത്. ചട്ടവിരുദ്ധമായിട്ടാണ് പ്രതിപക്ഷ എം പിമാർ പലരും അവിടെ പെരുമാറിയിരുന്നത്. അതുകൊണ്ടാണ് പല ദിവസങ്ങളിലായി കുറേയധികം ആൾക്കാരെ ആ ഒരു സെഷനിൽ നിന്ന് തന്നെ നീക്കി നിർത്തേണ്ടുന്ന രീതിയിലത്തേക്കുള്ള ഒരു തീരുമാനം ഇരു സഭകളിലും എടുത്തത് എന്ന് താങ്കൾ മറക്കരുത്. ജനാധിപത്യത്തിനോട് കൃത്യമായ രീതിയിലുള്ള ഉത്തരവാദിത്തം ഉണ്ടായിരുന്നുവെങ്കിൽ സുപ്രധാനമായിട്ടുള്ള ഒരു സെഷൻ, ആ സെഷനിൽ ഉണ്ടായിരുന്ന സുപ്രധാനമായിട്ടുള്ള കുറേയധികം നിയമങ്ങൾ അതിനെ ചെറുത്ത് തോൽപ്പിക്കേണ്ടതുണ്ട് എന്ന് പ്രതിപക്ഷത്തിന് കൂട്ടായിട്ടൊരു തീരുമാനമുണ്ടായിരുന്നുവെങ്കിൽ ഈ രീതിയിലത്തേക്ക് അനാവശ്യമായിട്ടുള്ള ഒരു ഷോ അവിടെ പ്രതിപക്ഷം കാണിക്കുകയില്ലായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പ്രതിപക്ഷം അവിടെ കുറച്ചുകൂടി ഉത്തരവാദിത്ത ബോധത്തോടുകൂടി പെരുമാറുകയായിരുന്നു വേണ്ടത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പ്രതിപക്ഷം ഒന്നടങ്കം എതിർത്ത ബില്ല് എങ്ങനെയാണ് പാർലമെൻറ്റ് പാസ്സാക്കിയെന്ന് താങ്കൾക്ക് ഉളുപ്പില്ലാതെ പറയാൻ സാധിക്കുന്നത്? 2023 ഡിസംബർ 21 ലോക്സഭയിലെ പ്രതിപക്ഷത്തെ ഒന്നടങ്കം പുറത്താക്കി ഈ നിയമം പാസ്സാക്കിയത്. 28 രാഷ്ട്രപതി ഒപ്പുവെക്കുന്നു. ജനുവരി 2 മുതൽ പ്രാബല്യത്തിൽ വരുന്നു. എന്തുകൊണ്ടോ താങ്കൾ ഇവിടെ രാജ്യസഭയെക്കുറിച്ച് പറയുന്നില്ല? നോക്കട്ടെ, ലോക്സഭയിൽ അന്ന് 100 എം പിമാരെയാണ് പ്രതിപക്ഷത്ത് നിന്ന് പുറത്താക്കിയിരുന്നത്. ഈ 100 എം പിമാർ ഉണ്ടായിരുന്നെങ്കിലും NDAക്ക് 300-ലധികം വോട്ടുകൾ അവിടെ ലോക്സഭയിൽ കിട്ടുമായിരുന്നു. ഈ ഒരു നിയമം അവിടെ പാസ്സാകുമായിരുന്നു എന്നുള്ളത് ലോജിക്കാണ്. അത് താങ്കൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ താങ്കൾക്കത് മനസ്സിലാകും. ഇനി താങ്കൾ രാജ്യസഭയെക്കുറിച്ച് പറയുന്നില്ല. ഏതാണ്ട് 40-ലധികം എം പിമാരെയാണ് രാജ്യസഭയിൽ നിന്ന് പുറത്താക്കിയിരുന്നത്. ഇനി അഥവാ ആ 40-ലധികം എം പിമാരും രാജ്യസഭയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും BJPക്ക് ഈ നിയമം രാജ്യസഭയിലും പാസ്സാക്കിയെടുക്കാൻ കഴിയുമായിരുന്നു. കാരണം പലപ്പോഴും അവരുടെ സഖ്യത്തിലില്ലാത്ത BJD പോലെയുള്ള YSR കോൺഗ്രസ് പോലെയുള്ള പല പാർട്ടികളിൽ നിന്നാണ് അവർക്ക് രാജ്യസഭയിലുള്ള പല നിയമങ്ങളും പാസ്സാക്കിയെടുക്കുന്നതിന് വേണ്ടുന്ന അംഗബലം പലപ്പോഴും കിട്ടുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, അതേ വർഷം തന്നെ 2023 ഓഗസ്റ്റിൽ ഒരു മൺസൂൺ സെഷൻ ഉണ്ടായിരുന്നു. അപ്പോഴും സുപ്രധാനമായിട്ടുള്ള പല നിയമങ്ങളും പ്രതിപക്ഷത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട്, ഉദാഹരണത്തിന് NCRൻ്റെ റീകോൺസ്റ്റിറ്റ്യൂഷൻ ബില്ലും മറ്റും ആ സമയത്ത് നടപ്പാക്കിയിരുന്നു. അപ്പോൾ ആ സമയത്തൊന്നും തന്നെ സസ്പെൻഷൻ്റെ പേരിൽ പ്രതിപക്ഷത്തു നിന്നുള്ള എം പിമാർ രാജ്യസഭയിൽ കുറവുണ്ടായിരുന്നില്ല. പക്ഷേ എങ്കിലും ആ നിയമങ്ങളെല്ലാം തന്നെ പാസ്സാക്കിയെടുക്കുന്നതിന് BJPക്ക് സാധിച്ചിരുന്നു. ഇനി ഒരു കാര്യം കൂടി പറയാം. 2023 ഒരു സെഷനിലും BJP കൊണ്ടുവന്നിരുന്ന ഒരു നിയമവും അംഗബലം കുറവാണ് എന്നതിൻ്റെ പേരിൽ രാജ്യസഭയിൽ വോട്ടെടുപ്പിൽ പരാജയപ്പെട്ടിരുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ ഈ 140 എം പിമാരെ ലോക്സഭയിൽ നിന്നും രാജ്യസഭയിൽ നിന്നും പുറത്താക്കിയിരുന്നില്ല എങ്കിൽ പോലും ഈ നിയമം BJP പാസ്സാക്കിയെടുക്കുമായിരുന്നു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ വസ്തുത. വോട്ട് തട്ടിപ്പിൽ പുറത്തു വന്ന കാര്യങ്ങൾ കാണുന്ന ഏത് അരിയാഹാരം കഴിക്കുന്നവർക്കും മനസ്സിലാകും എന്തിനായിരുന്നു ആ ധൃതി എന്ന്. നോക്കൂ, വോട്ട് തട്ടിപ്പ് എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധി കൊണ്ടുവന്നിരിക്കുന്ന വോട്ട് ചോരി വിവാദത്തിൽ യാതൊരു വിധത്തിലുള്ള നിയമപരമായിട്ടുള്ള ആംഗിളും ഇല്ല എന്ന് ഇതിനോടകം തന്നെ തെളിഞ്ഞതാണ്. അത് ചീറ്റിയതാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വിശ്വാസമില്ലാത്തതുകൊണ്ട് അവർക്ക് പരാതി കൊടുക്കുന്നില്ല എന്ന് പറയാം. പക്ഷേ സുപ്രീം കോടതിയെ സമീപിക്കാവുന്നതാണ്. അതും രാഹുൽ ഗാന്ധി ചെയ്തിട്ടില്ല. പകരം അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ബീഹാറിൽ വോട്ട് പിടിക്കാനാണ് ശ്രമിക്കുന്നത്. നോക്കാം. പിന്നെ താങ്കളുടെ വാദം രാഷ്ട്രപതിക്കും ഗവർണർമാർക്കും നിയമപരിരക്ഷ ഉണ്ട് എന്നാണ്. അത് പക്ഷേ അവർ ആ പദവികളിൽ ഇരിക്കുമ്പോൾ മാത്രമാണ്. അവർ ഏതെങ്കിലും ക്രിമിനൽ സിവിൽ കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പദവിയിൽ നിന്ന് ഒഴിയുന്ന അന്ന് മുതൽ ആ കേസിൽ നടപടി സ്വീകരിക്കാവുന്നതാണ്. നോക്കൂ, ഞാൻ പലതവണ പറഞ്ഞു, ഇതേപോലെ തന്നെയുള്ള പ്രൊട്ടക്ഷൻ മാത്രമാണ് ഔദ്യോഗികമായി എടുക്കുന്ന തീരുമാനങ്ങൾക്കാണ് ഈ പ്രൊട്ടക്ഷൻ എന്ന് ഈ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആ നിയമത്തിൻ്റെ എക്സാക്റ്റ് ടെക്സ്റ്റ് താങ്കൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ താങ്കൾക്ക് മനസ്സിലാകും. ഔദ്യോഗിക കപ്പാസിറ്റിയിലിരുന്ന് അവരെടുക്കുന്ന തീരുമാനങ്ങൾക്ക് മാത്രമാണ് സർവീസിലിരിക്കുമ്പോഴും റിട്ടയർ ആയതിനു ശേഷവും അവർക്ക് ലീഗൽ ഇമ്മ്യൂണിറ്റി എന്ന്. അപ്പോൾ ഈ കാര്യത്തിൽ താങ്കളുടെ ഒരു അജ്ഞാനം അല്ലെങ്കിൽ ഒരു മണ്ടത്തരം അത് എത്രയും പെട്ടെന്ന് ഒരു വക്കീലിനെ കണ്ട് തിരുത്തേണ്ടതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി താങ്കൾ BJP പാസ്സാക്കിയ നിയമം ഒന്നുകൂടി വായിക്കുക. ഞാനത് വായിച്ചതാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർക്കും മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർക്കും ഈ നിയമം ബാധകമാണ്. അത് ഔദ്യോഗികമായിട്ട് എടുക്കുന്ന തീരുമാനങ്ങൾക്ക് മാത്രമാണെന്ന് ഞാൻ പലതവണ പറഞ്ഞു. അതായത് അവർ മരിക്കുന്നത് വരെ അവർക്ക് ഈ സംരക്ഷണം കിട്ടും. പക്ഷേ അത് ഔദ്യോഗികമായി എടുക്കുന്ന തീരുമാനങ്ങൾക്ക് മാത്രമാണ്. രാഷ്ട്രപതിക്ക് പോലുമില്ലാത്ത ഈ സംരക്ഷണം തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർക്ക് എന്തിനാണ് കൊടുക്കുന്നത്? ഔദ്യോഗികമായിട്ടുള്ള തീരുമാനങ്ങൾ രാഷ്ട്രപതി എടുത്താൽ അതിൻ്റെ പേരിൽ റിട്ടയർ ആയിട്ടുള്ള ഒരു രാഷ്ട്രപതിയെയും ക്രിമിനൽ നടപടികൾക്ക് വിധേയമാക്കാൻ കഴിയില്ല എന്ന് താങ്കൾ മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് ഇതിലെ നിയമവശം. താങ്കൾ അതിൻ്റെ അവസാനം പറയുന്നു, പരമാവധി സത്യം മാത്രം പറയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് താങ്കൾ. പക്ഷേ ഇതിൽ താങ്കൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ അവാസ്തവമാണ് എന്നും ഒരു ബേസിക് ആയിട്ടുള്ള
ഏറ്റവും എലമെൻ്ററി ആയിട്ടുള്ള ഒരു മണ്ടത്തരമാണ് താങ്കൾ തുടർച്ചയായിട്ട് ആവർത്തിക്കുന്നത് എന്നുള്ളതും മനസ്സിലാക്കുക. താങ്കൾ ഏതെങ്കിലും ഒരു വക്കീലിനെ സമീപിച്ചതിന് ശേഷം ആ വക്കീൽ പറയുന്ന ഒരു അഭിപ്രായം ഒന്ന് പോസ്റ്റ് ചെയ്താൽ നന്നായിരുന്നു. അതായത് ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഒരാളിനെ കൊന്നു കഴിഞ്ഞാൽ അയാൾക്ക് മരണം വരെയും ലീഗൽ ഇമ്മ്യൂണിറ്റി കിട്ടും എന്ന് ഒരു വക്കീലിനെ കൊണ്ട് താങ്കൾ പറയിപ്പിച്ചാൽ സമ്മതിച്ചു, താങ്കളാണ് ജേതാവ് എന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ അങ്ങനെ അല്ല കാര്യങ്ങൾ എന്നുള്ളത് LLB നിയമപരമായി എടുത്തിട്ടുള്ള ഏതൊരു വക്കീലും താങ്കൾക്ക് പറഞ്ഞു തരും. അപ്പോൾ എന്തായാലും താങ്കളുടെ തെറ്റിദ്ധാരണ മാറട്ടെ, ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ ഇനിയും പറയാതിരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.